പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്നും പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പോൾ ഒരു 6000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാൻറ്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16-ന് 2212 കോടിയായി. അപ്പം ഈ പൈസ ഇപ്പോൾ വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്താ വാതിൽ തുറന്നാൽ പലചരക്കടക്കാർ നിൽക്കുകയാണ്, പാലുകാർ നിൽക്കുകയാണ്, പത്രക്കാർ നിൽക്കുകയാണ്, മീൻ കൊണ്ടുവന്ന് ജയിച്ചു വരെ അവിടെ നിൽക്കുകയാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിൻ്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കി വെച്ചാൽ 3-ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3-ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSൽ കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പം ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയ 2024, 25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തിൽ. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2212 കോടിയാണ്. അപ്പോൾ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പം നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 32,000 കോടിയായിട്ട് കാണിക്കുന്നത്. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ 24, 25, 23, 24 കുറവ് വന്നു. വലിയ തുക പ്ലാൻ സൈസിൽ ഇല്ലേ, കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ? കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിൻ്റെ പൈസ, ട്രാൻസ്പോർട്ടിൻ്റെ പൈസക്ക് ഇതിൻ്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നത്? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കി. പിന്നെ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ വലിയ അന്തരമാണ്. സംസ്ഥാന 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSTP അനുപാതത്തിൽ 6.41 ആണ്. ദേശീയ ശരാശരി 6.90 കുറവാണ്. ഇനി കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്നും കൂടി വ്യക്തമാണ്. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന, ബഡ്ജറ്റിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2,000 കോടി മുതൽ 3,000, 4,000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പം അത് ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.